മറ്റൊരു ഫണ്ട് തട്ടിപ്പിൻ്റെ വാർത്ത കൂടെ വരികയാണ്. ഫണ്ട് തട്ടിപ്പല്ല, അത് പണം തട്ടിപ്പാണ്, ചിട്ടി തട്ടിപ്പാണ്. ബംഗളൂരിൽ നിന്നാണ് വാർത്ത. മലയാളികളാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അക്ഷയ് കൂടെ ചേരുന്നുണ്ട്. അക്ഷയ്, ഗുഡ് മോർണിംഗ്. 100 കോടി രൂപയുടെ തട്ടിപ്പ് എന്നാണ് പുറത്തേക്ക് വരുന്ന കണക്കുകൾ. എന്താണ് ഈ തട്ടിപ്പ്? എന്ത് തട്ടിപ്പാണ്? ഏത് രീതിയിലുള്ള തട്ടിപ്പാണ്? മലയാളികളാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്ന വിവരം പുറത്തേക്ക് വരുമ്പോൾ എത്തരത്തിലാണ് തട്ടിപ്പ്? അതെ വിനിഷ, ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നാണ് ഇങ്ങനെ ഒരു 100 കോടി രൂപയുടെ വലിയ ചിട്ടി തട്ടിപ്പ് നടന്നതായിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. മലയാളികളാണ് ഈ പണം തട്ടി മുങ്ങിയിരിക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികളായിട്ടുള്ള ആലപ്പുഴ സ്വദേശികളാണ് ഇവർ. ടോമി എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഷൈനി ടോമിയുമാണ് ഈ ചിട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയിരിക്കുന്നത്. ബംഗളൂരുവിലെ രാമമൂർത്തി നഗറിലാണ് ഇവർ നടത്തിയിരുന്ന A&A ചിറ്റ് ഫണ്ട്സ് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്. 2005 ഈ സ്ഥാപനം ഇവരിവിടെ ആരംഭിക്കുന്നത്. ശേഷം 20 വർഷമായിട്ട് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇവരെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റ് അടക്കം വിൽപ്പന നടത്തിയതിനു ശേഷം ഇവർ ഇവിടുന്ന് കടന്നു കളഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതലും പണം നഷ്ടമായിരിക്കുന്നത് മലയാളികൾക്കാണ്. ഈ ബംഗളൂരു കേന്ദ്രീകരിച്ച് ബംഗളൂരുവിലൊക്കെ താമസിക്കുന്ന മലയാളികളെയെല്ലാം ഇവർ പലതും പറഞ്ഞ് ഈ പണം ഇവിടെ നിക്ഷേപിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ബംഗളൂരു സ്വദേശികളായിട്ടുള്ള ചിലർക്കും പണം നഷ്ടമായിട്ടുണ്ട്. ഈ ബാങ്ക് പലിശയെക്കാളെല്ലാം കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്തായിരുന്നു ഇവർ ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ എന്തായാലും കൃത്യമായിട്ട് ഇവർ പലിശ അടക്കം ഈ ആളുകൾക്ക് കൊടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ 265 പരാതികളാണ് ഇതേവരെ ഇവർക്ക് വന്നിരിക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ പ്രകാരം 1000-ലധികം ആളുകളാണ് ഇവരുടെ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി ഇനിയും ഇപ്പോൾ 100 കോടി എന്നുള്ളതാണ് ഇപ്പോൾ പരാതി ലഭിക്കുന്നത്. അതിലും കൂടുതൽ മേളിലേക്ക് പോകാനാണ് സാധ്യത. ബംഗളൂരു സ്വദേശിയായിട്ടുള്ള ഒരു 65-കാരന് തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ നിന്നൊക്കെ തന്നെ 70 കോടിയിലധികം രൂപയാണ് നഷ്ടമായിരിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. എന്തായാലും ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള മലയാളികളായിട്ടുള്ള ടോമിയും ഭാര്യ ഷൈനി ടോമിയുമാണ് ഇപ്പോൾ ഈ ഒരു വലിയ ചിട്ടി തട്ടിപ്പ് നടത്തി ബംഗളൂരുവിൽ നിന്ന് മുങ്ങിയിരിക്കുന്നത്. ഇവർ വിദേശത്തേക്കെല്ലാം കടക്കാനായിട്ടൊക്കെ സാധ്യതകളുണ്ട്. അതടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിലൊക്കെ ഇനിയും കൂടുതൽ പരാതികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കും. ഉടൻ തന്നെ ഇവരെ കണ്ടെത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ പരാതിക്കാരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. വിൻഷ, ശരി. അക്ഷയാണ് ബംഗളൂരിൽ നിന്ന് മലയാളികൾ നടത്തിയ വലിയൊരു ചിട്ടി തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്.